നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 26-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 10-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല ആയില്യം. അപ്പോൾ ആയില്യം നക്ഷത്രം അതുമാത്രമല്ല ശനിയാഴ്ച. ശനി എന്ന് പറയുമ്പോൾ മന്ദനാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ, കാര്യങ്ങളൊന്നും ഭംഗിയാക്കാത്തവൻ എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കാര്യങ്ങളൊന്നും സുഖമായി നടക്കാത്ത ദിവസമായതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ, പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യത്തിന് പോവേണ്ടത്. അതിൽ നമ്മൾ എന്തിനാണ് നേരത്തെ നിങ്ങളെ വിളിച്ചുണർത്തി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് യാത്ര തിരിക്കണം. അതുപോലെ കർക്കിടക മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. കാരണം ശാരീരിക ക്ലേശം ഉണ്ടാവും, മാനസിക അസ്വസ്ഥത വരും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നം, തടസ്സം കൂടാതെ ഒരു കാര്യവും നടക്കത്തില്ല. ശനി പിടിക്കുക എന്ന് പറയുമ്പോൾ ശത്രുത ബാധിച്ചതുപോലെയാണ്, കലി ബാധിച്ചതുപോലെയാണ്. അപ്പോൾ ശനി ബാധിക്കുമ്പം കലി പണ്ട് നളന് കലി ബാധിച്ചതുപോലെ നമ്മളെ ഇത് ബാധിക്കുമ്പോൾ പിന്നെ എല്ലാവരും വെറുക്കും, നമ്മളെ ഒരു ചതുർത്ഥി കണ്ട പോലെ ആവും, നമ്മൾ ചെയ്യുന്നതിനൊന്നും അംഗീകാരം കിട്ടത്തില്ല, നമ്മൾ നല്ലത് ചെയ്യുന്നതൊന്നും ആരെയും കണ്ണിൽ പെടില്ല. ഇതൊക്കെയാണ് ശനി ബാധിച്ചാലുള്ള കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം. അതിനൊപ്പം തന്നെ ശനീശ്വര യന്ത്രം, അസുഖമോ അസ്വസ്ഥതയോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതുപോലെ ഇന്ന ദിവസവും ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ സമയം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് കയറിയിരിക്കാൻ പറ്റില്ല, ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണി 24 മിനിറ്റ് തൊട്ട് 10 മണി 57 മിനിറ്റ് വരെ ആണ് രാഹുവിൻ്റെ സമയം. ഈ സമയം ശുഭയാത്രകളൊന്നും ചെയ്യരുത്, ശുഭകാര്യത്തിന് ഇറങ്ങരുത്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 6:17 തൊട്ട് 7:50 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2 മണി 5 മിനിറ്റ് തൊട്ട് 3 മണി 38 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും 48 മിനിറ്റ് ഉള്ളതിൽ 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 7 മിനിറ്റ് തൊട്ട് 12:55 വരെയാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരിക്ക് കറുത്ത വസ്ത്രമോ അല്ലെങ്കിൽ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും, നമ്മളെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.